അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഒരു അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. നാഗക്കാവും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ എന്താ പറയുക, പുലാപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മൾ ക്ഷേത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ഒരുപാട് വവ്വാലുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് കണ്ടില്ലേ, ഇവിടെ എന്താ പറയുക, അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ അന്നദാനമൊക്കെ ഉള്ള, അത് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കിട്ടുന്ന ഒരു അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് വന്നപ്പോൾ അതിമനോഹരമായ ഒരു ക്ഷേത്രം കേട്ടോ. ബാക്കിൽ ഫുള്ള് വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് കേട്ടോ. അപ്പം മോക്ഷം കിട്ടാതെ കിടക്കുന്ന ആത്മാക്കൾ മോക്ഷത്തിനായി കിടക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസമൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇത് അതിപുരാതനമായ ക്ഷേത്രമാണ്. ശിവപാർവതിയും കിരാതമൂർത്തിയും അയ്യപ്പസ്വാമിയും ഒക്കെ ഉള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ, അത് ലൊക്കേഷൻ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതിയിട്ട് കേസ്, ഞാൻ അയച്ചു വിടാം. അപ്പോൾ ക്ഷേത്രത്തിന് വെളിയിലാണ് കേസ് നാഗക്കാവ്. അപ്പോൾ നാഗപ്പൂമരവും അങ്ങനെ ഒരുപാട് വനങ്ങളുള്ള, അതായത് നക്ഷത്ര വനമൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. ഒരു കാടിൻ്റെ അകത്തു കൂടി നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ. പിന്നെ ഈ വവ്വാലുകളെ കണ്ടില്ലേ ഇങ്ങനെ ഈ ബാക്കിൽ തൂങ്ങി കിടക്കുന്നുണ്ടേ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്, നാഗപ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്തായാലും നമ്മൾ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്ത് ഇവിടെ തൊഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ്. ദോഷങ്ങളൊക്കെ മാറ്റും. പിന്നെ മുട്ടറക്കൽ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് കേസ്. അപ്പോൾ വെള്ളിയാഴ്ചയും അങ്ങനെ 2-3 ദിവസങ്ങളിൽ മുട്ടറക്കലൊക്കെ ഉണ്ട്. പിന്നെ കണ്ടത് ഒരു കാടിനകത്ത് പോകുന്ന വള്ളിപ്പടർപ്പുകളിലൂടെ നമുക്ക് നടന്നു പോകുന്ന ഒരു കാട്ടിനകത്ത് ഉള്ളൊരു ക്ഷേത്രം പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തിട്ട് കേസ്. അധികം വവ്വാലുകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ മരങ്ങളും ചുറ്റും വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തൊക്കെ തൊഴുതി നാഗക്കാവിലൊക്കെ പോയി എന്താ പറയുക, ക്ഷേത്രം ഒന്ന് വലം വെച്ചിട്ട് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് അന്നദാനം കഴിക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് കേസ്. അപ്പോൾ സൗമ്യ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ തന്നെ പോയി വാങ്ങിയിട്ട് വരണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും നല്ല ചൂടായിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഒരു ഔഷധ ചായയും കൂടി ഉണ്ട് കേസ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകും. ആർക്ക് വേണമെങ്കിലും ഇവിടെ അന്നദാനം കഴിക്കാൻ വരാട്ടെ. അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മറുപടി പറയട്ടെ കേസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.